ഒരാളിപ്പോൾ എന്നോട് ചോദിച്ചു, വക്കീൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് നമ്മുടെ പോയിന്റ്സ് ഒന്നും കൃത്യമായിട്ട് പറയാതെ നമ്മളെ തോപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. സിംപ്ലി ഇതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 സെക്ഷൻ 2 സബ് ക്ലോസ് ഓയ്ക്കകത്താണ് അഡ്വക്കേറ്റിന്റെ സേവനങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിനകത്ത് പുള്ളിയുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാം എന്ന തരത്തിലൊരു എക്സെപ്ഷൻ ക്ലോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൂടാതെ 2007 സമാനമായിട്ടുള്ള ഒരു കേസിൽ സുപ്രീം കോടതി ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്. അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലയന്റിന്റെ മൗത്ത് പീസായി മാറേണ്ട കാര്യമില്ല എന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഏതെങ്കിലും റിവ്യൂ നോക്കിയിട്ടോ നാട്ടുകാരുടെ അഭിപ്രായം കേട്ടിട്ടോ ഏതെങ്കിലും അഡ്വക്കേറ്റിന്റെ കയ്യിൽ വെറുതെ പൈസ കൊണ്ട് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ ലീഗൽ പ്രൊസീഡിങ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒന്ന് വിശദമായിട്ടിരുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമ്മളുടെ അവകാശങ്ങൾ കോടതിയിൽ അപ്പിയർ ചെയ്ത് നമുക്ക് തന്നെ വാദിച്ച് നേടിക്കൊണ്ടു പോകാൻ പറ്റുന്നതാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി അറിയാവുന്ന ഏതെങ്കിലും അഡ്വക്കേറ്റിനെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് നിങ്ങളുടെ കാര്യങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കാൻ ശ്രമിക്കുക. അല്ലാതെ വെറുതെ റിവ്യൂ നോക്കി ആരണമെങ്കിൽ പൈസ കൊണ്ട് കൊടുത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആകെ ചെയ്യാൻ പറ്റുന്നത്, ഇപ്പം നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് എതിരാളികൾക്ക് വേണ്ടി അപ്പിയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ ബാർ കൗൺസിൽ എന്തെങ്കിലും നടപടി എടുത്താലൊക്കെ ഉള്ളൂ. അല്ലാതെ നിയമപരമായിട്ട് നമ്മളെ വക്കീൽ പറ്റിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ കാര്യങ്ങൾ നോക്കി കണ്ടൊക്കെ ചെയ്യുക.